കുഞ്ഞിനെ കൊന്നില്ലേ, അവന്റെ ഉമ്മക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് നമുക്ക് അതെന്താണ് ബലമായ സംശയമുണ്ട്. ഇവൻ ആഹാരം പറയുമ്പോ നമുക്ക് എന്താണ് സംശയം? നിർത്തിയിട്ട് ഇവൻ കസേരയിലിരുന്നാണ് വാരി കൊടുക്കുന്നത്. ആ കയ്യിൽ ഒരു ചുള്ളി കമ്പ് കാണും ഇവന്റെ കയ്യിൽ. കാരണം ആ കുട്ടി അങ്ങനെ ആഹാരം കഴിക്കാറില്ല. അപ്പൊ കയ്യിൽ മേശപ്പുറത്ത് ചോറ് വെച്ചിട്ട് കസേരയിൽ കാല് നീട്ടി വെച്ചിട്ട് ഇവന് നിർത്തിക്കൊണ്ട് വാരി കൊടുക്കും. അത് വിരട്ടിയാണ് ഇവൻ വാരി കൊടുക്കുന്നത്. കൊടുത്ത് അങ്ങനെ നിന്നിട്ട് ഇവന് കഴിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ദേഷ്യം വന്ന് ഇവൻ ചവിട്ടിൽ മറിഞ്ഞ് വിടുന്ന് തീർന്നതാണോ എന്നും എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളെ മകനും ഒരു സാധുവായിട്ടുള്ള ഒരാളാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വന്നത് അല്ലേ? എങ്ങനെയാണ് സംഭവിച്ചത്? പക്ഷേ ഇവ ഇങ്ങനെ ചെയ്യുന്നതല്ലേ ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഇവ കൊലപാതകയായെന്ന് കേട്ട അതിന് എനിക്കൊരു ഉത്തരവില്ല. എന്റെ മോനെ അങ്ങനെ അല്ലേ ആയിരുന്നു. പാവ ഉമ്മാക്ക് മോനൊരു കൊലപാതകി ആയത് എങ്ങനെയെന്ന് പോലും അറിയൂലേ. എന്തൊരു പാവാണ് ഈ ഉമ്മ. പക്ഷെ പെട്ടെന്ന് എന്തുകൊണ്ട് ഒരാ കുട്ടിയെ കൊല്ലാനുള്ള ഒരു മനസ്സ് വന്നെന്ന് കേട്ട എനിക്കറിയില്ല എങ്ങനെ സംഭവിച്ചത്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവ ഈ കൊച്ചിനെ കൊന്നെന്ന് പറയുന്നത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പാവാണ് ഈ ഉമ്മ. എന്തൊരു അഭിനയാണ് തള്ളേ നിങ്ങള്. ഇവ കൊല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളും നിങ്ങളെ മകനും മോളും കൂടെ ചേർന്ന് ജീവക്ഷമമാക്കിയ ഒരു ആമിനയെ ഓർമ്മയുണ്ടാവും. കണ്ണില്ലാത്ത ക്രൂരതയാണ് ഭർത്താവ് അഷ്കറിൽ നിന്ന് ആമിനെ കേൾക്കേണ്ടി വന്നത്. വിവാഹം കഴിഞ്ഞ ഉടനെ തുടങ്ങിയതാണ് മർദ്ദനം. അഷ്കറിന്റെ മാതാവും സഹോദരിയും തന്നെ മർദ്ദിച്ചിരുന്നുവെന്ന് ആമിന പറഞ്ഞു. പണം ആവശ്യപ്പെട്ടായിരുന്നു ക്രൂരത. ആ സാധു സ്ത്രീയെ ഇത്രത്തോളം ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അതിനൊരു മൂലയിൽ ഇരുത്തിയിട്ട് ഇവൻ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുക. ഒരു പെണ്ണിനെ ഇങ്ങനെ ജീവക്ഷമമാക്കി നിങ്ങൾക്ക്, നിങ്ങളെ മകന്, നിങ്ങളെ മോൾക്ക്, നിങ്ങളെ മകൻ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ കഴിയൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് ഞങ്ങൾ ഈ കേരളത്തിലുള്ളവരൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാം. ഞങ്ങൾക്ക് എന്തായാലും നീതി കിട്ടണം, ആ കുഞ്ഞിന് നീതി കിട്ടണം. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ മകന്, ആ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ ഡാഷ് മോള്, അവർക്ക് രണ്ടുപേർക്കും ആ കുഞ്ഞ് അനുഭവിച്ചതിലേറെ ശിക്ഷ കിട്ടണം. കഠിനവും പ്രയാസവുമായി ശിക്ഷ കിട്ടണം എന്നാണ് ഞങ്ങളെ ഓരോ മലയാളികളും പ്രാർത്ഥിക്കുന്നത്. എന്തായാലും നിങ്ങൾ അഭിനയം നടക്കട്ടെ. ഈ അഭിനയത്തിനൊരു ഓസ്കാർ തന്നെ കിട്ടും. അതുപോലെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന, അവരോട് അതിക്രമങ്ങൾ കാണിക്കുന്ന പരനാറികളെ എൻകൗണ്ടർ ചെയ്യണം. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ?